ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CPT റേഡിയോളജി ചാപ്റ്ററിലെ അബ്ഡമൻ ആൻഡ് റെട്രോ പെരിറ്റോണിയം എന്നുള്ള ടോപ്പിക്കാണ്. സോ ഇതൊരു സ്മോൾ ടോപ്പിക്കാണ് വിച്ച് കംസ് അണ്ടർ CPT റേഡിയോളജി. So the abdomen is the largest cavity in the body, while the retroperitoneum is an anatomical space located behind the abdominal cavity. നമ്മുടെ ബോഡീനെ ഡിഫറെൻറ്റ് ക്യാവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ബേസിക് അനാട്ടമിയിൽ പഠിക്കുന്നതാണ്. സോ അതിൽ ഒരു ലാർജസ്റ്റ് ക്യാവിറ്റിയാണ് അബ്ഡമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ ഈ അബ്ഡമിനൽ ക്യാവിറ്റീനെയാണ് നമ്മൾ അബ്ഡമൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ലൊക്കേറ്റഡ് ബിഹൈൻഡ് ആണ്. അപ്പോൾ ബിഹൈൻഡ് എന്ന് പറയുന്നതിൻ്റെ മെഡിക്കൽ ടേമാണ് റെട്രോ. അപ്പോൾ റെട്രോ പെരിറ്റോണിയം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡമൻ ലൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. സോ ആ ഒരു പെരിറ്റോണിയൽ ഏരിയയുടെ ബിഹൈൻഡ് വരുന്നതിന് റെട്രോ പെരിറ്റോണിയം എന്നാണ് പറയുന്നത്. സോ അതൊരു സ്പേസ് ആണ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദി അബ്ഡമിനൽ ക്യാവിറ്റി. So first in the abdomen. The abdomen is located between the chest and pelvis and contains many vital organs including the stomach, liver, intestines, spleen, pancreas, gallbladder and kidneys. The abdomen's primary functions include breathing, digestion, posture, balance and movement. അപ്പോൾ അബ്ഡമൻ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെയും പെൽവിസിൻ്റെയും ഇൻ ബിറ്റ്വീൻ കാണുന്ന ആ ഒരു ഏരിയ ആണ്. സോ ഇവിടെയാണ് നമ്മുടെ മെനി വൈറ്റൽ ഓർഗൻസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ സ്റ്റൊമക്ക് വരുന്നുണ്ട്, ലിവർ, ഇൻറ്റസ്റ്റൈൻ, സ്പ്ലീൻ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ ആൻഡ് കിഡ്നീസ് എല്ലാം വരുന്നത് അബ്ഡമിനൽ ഏരിയയിലാണ്. നമുക്കറിയാം അബ്ഡമിനൽ ഏരിയനെ 4 quadrants and 9 regions ആയിട്ടൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് retroperitoneum. It is located between the parietal peritoneum and muscular fascia and surrounds the abdominal cavity. It contains organs such as the adrenal gland, aorta, kidneys, esophagus, ureters, pancreas, rectum, and parts of the stomach and colon. The retroperitoneum also serves as a channel for blood vessels, lymphatic vessels, and nerves. സോ റെട്രോ പെരിറ്റോണിയം എന്ന് പറയുന്നത് പെരൈറ്റൽ പെരിറ്റോണിയത്തിൻ്റെയും മസ്കുലാർ ഫേഷ്യയുടെയും ബിറ്റ്വീൻ കാണുന്ന ആ ഒരു ഏരിയ ആണ്. സോ ഇത് നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റീനെ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്, പിന്നെ അയോട്ട, കിഡ്നി, ഈസോഫാഗസ്, യുറീറ്റേഴ്സ്, പാൻക്രിയാസ്, റെക്റ്റം ആൻഡ് പാർട്ട് ഓഫ് സ്റ്റൊമക്കും കോളോണും ആണ് പറയുന്നത്. സോ ഇവിടെയും കുറച്ച് ഓർഗൻസ് ഇൻക്ലൂഡഡ് ആണ് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അബ്ഡമൻ ആൻഡ് റെട്രോ പെരിറ്റോണിയം ആണ് ഹെഡിങ് വരുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. എ കംപ്ലീറ്റ് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഓഫ് ദി അബ്ഡമൻ consists of real-time scans of the liver, gallbladder, common bile duct, pancreas, spleen, kidneys and the upper abdominal aorta and inferior vena cava, including any demonstrated abdominal abnormality. സോ ഇവിടെ പറയുന്നത് ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആണ്. സോ നമ്മളൊരു അബ്ഡമൻ്റെ കംപ്ലീറ്റ് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ കോഡാണ് ഈ 76700 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഓഫ് അബ്ഡമൻ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓർഗൻസ് ലൈക്ക് ലിവർ, ഗോൾ ബ്ലാഡർ, കോമൺ ബൈൽ ഡക്ട്, പാൻക്രിയാസ്, സ്പ്ലീൻ, കിഡ്നി ആൻഡ് അപ്പർ അബ്ഡമിനൽ അയോട്ട, ഇൻഫീരിയർ വീന കാവ ഇതെല്ലാം എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതെല്ലാം എക്സാമിൻ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഓഫ് അബ്ഡമൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. Okay, next paragraph. A complete ultrasound examination of the retroperitoneum consists of real-time scans of the kidneys, abdominal aorta, common iliac artery origins, and inferior vena cava, including any demonstrated retroperitoneal abnormality. Alternatively, if clinical history suggests urinary tract pathology, complete evaluation of the kidneys and urinary bladder also comprises a complete retroperitoneal ultrasound. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് റെട്രോപെരിറ്റോണിയം അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്. യൂസ് ഓഫ് അൾട്രാസൗണ്ട് വിത്തൗട്ട്
thorough evaluation of organs or anatomic region, image documentation and final written report is not separately reportable. അതായത് ഇവിടെ ഒരു ഇവാലുവേഷൻ ഓഫ് ഓർഗൻസ് അല്ലെങ്കിൽ ഇമേജ് ഡോക്യുമെൻറ്റേഷൻ, ഫൈനൽ റിട്ടേൺ റിപ്പോർട്ടൊന്നും നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പാരഗ്രാഫ് മനസ്സിലാവണമെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് അൾട്രാസൗണ്ട് എന്താണെന്നാണ്. സോ അത് നമുക്ക് കോഡുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഫസ്റ്റ് കോഡ് വരുന്നത് 76700 അൾട്രാസൗണ്ട് അബ്ഡമിനൽ റിയൽ ടൈം വിത്ത് ഇമേജ് ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ്. സോ ഈ ഒരു കോഡ് വരുന്നത് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഓഫ് അബ്ഡമൻ ആണ്. ഇവിടെ കംപ്ലീറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊരു കംപ്ലീറ്റ് അൾട്രാസൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും, ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് 76700 കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് കോഡ് 76705 ആണ്. അൾട്രാസൗണ്ട് അബ്ഡമിനൽ റിയൽ ടൈം വിത്ത് ഇമേജ് ഡോക്യുമെൻറ്റേഷൻ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡിൻ്റെ എക്സാമ്പിൾ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഓർഗൻ, ക്വാഡ്രൻ, ഫോളോ അപ്പ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയാണ് ഈ ഒരു അബ്ഡമിനൽ ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ആ ഓർഗൻസിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഓർഗൻ എക്സാമിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്വാഡ്രൻ മാത്രം എക്സാമിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് ലിമിറ്റഡ് ആയിട്ടേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 76700 റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഓർഗൻസും എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ 76705 ലിമിറ്റഡ് ആയിട്ടേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ 76706 ആണ്. അൾട്രാസൗണ്ട് അബ്ഡമിനൽ അയോട്ട റിയൽ ടൈം വിത്ത് ഇമേജ് ഡോക്യുമെൻറ്റേഷൻ സ്ക്രീനിങ് സ്റ്റഡി ഫോർ അബ്ഡമിനൽ അയോട്ടിക് അന്യൂറിസം. സോ ഇവിടെ അബ്ഡമിനൽ അയോട്ടയുടെ അൾട്രാസൗണ്ട് ആണ് പറയുന്നത്. ഫോർ സ്ക്രീനിങ് സ്റ്റഡി ആണ് ഫോർ അബ്ഡമിനൽ അയോട്ടിക് അന്യൂറിസം. അബ്ഡമിനൽ ഏരിയയിലുള്ള അയോട്ടയിൽ അന്യൂറിസം വരുമ്പോൾ അതിനെ സ്ക്രീനിങ് നടത്തുന്നതിൻ്റെ, അതായത് അൾട്രാസൗണ്ട് സ്ക്രീനിങ് ആണെങ്കിൽ നമ്മൾ 76706 ആണ് കോഡ് കൊടുക്കേണ്ടത്. ഇനി താഴെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഫോർ അൾട്രാസൗണ്ട് ഓർ ഡുപ്ലെക്സ് അൾട്രാസൗണ്ട് ഓഫ് ദി അബ്ഡമിനൽ അയോട്ട അതർ ദാൻ സ്ക്രീനിങ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് അപ്രോപ്രിയേറ്റ് കോഡാണോ അതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് സ്ക്രീനിങ് സ്റ്റഡിയാണ്. ഓക്കെ, അതല്ലാത്ത വേറെ കേസുകൾ പറയുകയാണെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോഡുകൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് കോഡ് 76770 ആൻഡ് 775 ആണ്. ഈ രണ്ട് കോഡുകൾ വരുന്നത് അൾട്രാസൗണ്ട് റെട്രോ പെരിറ്റോണിയൽ ആണ്. അവിടെ എക്സാമ്പിൾ പറയുന്നു റീനൽ അയോട്ട നോട്ട്സ് റിയൽ ടൈം വിത്ത് ഇമേജ് ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. സോ എക്സാമിൻ ചെയ്തു, കംപ്ലീറ്റ് എക്സാമിനേഷൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ 76770. അതല്ല ഏതെങ്കിലും ഒരു സിംഗിൾ ഓർഗൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ 76775 ലിമിറ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് കോഡ് വരുന്നത് 76776 അൾട്രാസൗണ്ട് ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി റിയൽ ടൈം ആൻഡ് ഡുപ്ലെക്സ് ഡോപ്ലർ വിത്ത് ഇമേജ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ട്രാൻസ്പ്ലാന്റഡ് കിഡ്നിയുടെ അൾട്രാസൗണ്ട് എടുക്കുകയാണ്, വിത്ത് ഇമേജ് ഡോക്യുമെൻറ്റേഷൻ ആണ് എന്ന് പറയുകയാണെങ്കിൽ 76776 ആണ്. ഫോർ അൾട്രാസൗണ്ട് ഓഫ് ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി വിത്തൗട്ട് ഡുപ്ലെക്സ് ഡോപ്ലർ യൂസ് 76775 ആണ് പറയുന്നത്. അതായത് കിഡ്നിയുടെ വിത്തൗട്ട് ഡ്യൂപ്ലെക്സ് ഡോപ്ലർ അൾട്രാസൗണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക, റെട്രോ പെരിറ്റോണിയൽ ലിമിറ്റഡ് എന്നുള്ള കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ പറയുന്നത് ഫോർ അൾട്രാസൗണ്ട് ആൻഡ് ഡ്യൂപ്ലെക്സ് ഡോപ്ലർ ഓഫ് എ ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി ഡു നോട്ട് റിപ്പോർട്ട് 76776 ഇൻ കൺജങ്ഷൻ വിത്ത് രണ്ട് കോഡുകൾ പറഞ്ഞിട്ടുണ്ട് 9 സീരീസിൽ. സോ ഈ രണ്ട് കോഡുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ചെക്ക് വെദർ ദ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഇസ് എ കംപ്ലീറ്റ് ഓർ ലിമിറ്റഡ് എക്സാമിനേഷൻ. കംപ്ലീറ്റ് ആണോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യും? അബ്ഡമൻ ആൻഡ് റെട്രോ പെരിറ്റോണിയ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ 2 പാരഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് എക്സാമിനേഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിലുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ ലിമിറ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ നെക്സ്റ്റ് പറയാനുള്ളത് ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ
സോ ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഏതർ എനിക്ക് മെയിൽ ചെയ്യുക. medcode0907@gmail.com ആണ് മെയിൽ ID വരുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ മെഡിക്കൽ കോഡ് സർട്ടിഫൈഡിൽ DM ചെയ്യുക. താങ്ക് യു. If you feel the video is helpful, please do like, share and subscribe. Also comment below. Thank you.